ഹലോ നമസ്കാരം, രഞ്ജിത്ത്. അനുഭവങ്ങൾ പാളിച്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. പലപ്പോഴും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വലിയൊരു പ്രശ്നമാണ്. കാരണം പലപ്പോഴും ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയൊക്കെ ആണെങ്കിൽ ഡയറക്ടേഴ്സിൻ്റെ ഒരു ബോർഡ് ഉണ്ടാവും. ഇവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് പലപ്പോഴും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പലപ്പോഴും പല ഓർഗനൈസേഷൻസിലും പോകുമ്പോൾ ചേഞ്ച് ഞങ്ങൾ ഉണ്ടാക്കാൻ ഏറ്റവും ആദ്യം ശ്രമിക്കുന്നത് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലാണ്. കാരണം അവരുടെ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റീസ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് കൃത്യമായ ധാരണ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ താഴേക്ക് ഇത് കൃത്യമായി പകർന്നു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു വളരെ പ്രശസ്തമായിട്ടുള്ള കേരളത്തിലെ ഒരു കമ്പനിയിൽ ഞങ്ങൾ ചെല്ലുകയും അവിടുത്തെ ബോർഡ് മുതൽ നമ്മൾ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ തുടങ്ങുകയും ചെയ്ത ഒരു ചെറിയ സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. മാത്രമല്ല, ഇതിനകത്തൊരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഫാമിലി ബിസിനസ്സുകളായിരിക്കും കേരളത്തിൽ കൂടുതലുള്ളത്. ഈ ഫാമിലി ബിസിനസ്സുകളിൽ എന്ന് പറയുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റീവ്സ് ആയിരിക്കുമല്ലോ. ചേട്ടനുണ്ടാവും, അനിയനുണ്ടാവും, കുഞ്ഞച്ഛൻ്റെ മകനുണ്ടാവും, അമ്മാവൻ്റെ മകനുണ്ടാവും. ഇങ്ങനെ പലതരത്തിലുള്ള കണക്ഷൻസ് ഉള്ള ആൾക്കാരുണ്ടാവും. ഇവരൊക്കെ തമ്മിൽ പേഴ്സണലായിട്ടുള്ള ബന്ധങ്ങളുണ്ടാവും, പേഴ്സണലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സംവിധാനങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒഫീഷ്യൽ റോൾസ് ഇല്ലെങ്കിൽ ഇത് വലിയ പ്രശ്നമാവും. പേഴ്സണലി റോൾസ് ഡിഫൈൻഡ് ആണ്, അവർക്കറിയാം. പക്ഷേ ഒഫീഷ്യലായിട്ടുള്ള റോൾസ് ഡിഫൈൻഡ് അല്ലെങ്കിൽ എല്ലാവരും എല്ലാത്തിലും കയറി ഇടപെടാനും അഭിപ്രായം പറയാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ പ്രൊഫഷണലാക്കി മാറ്റുക എന്നുള്ളത് വളരെ വലിയൊരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. വളരെ സംയമനത്തോടെ വേണം ഇത്തരം കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫാമിലി ബിസിനസ് കൺസൾട്ടിങ് സെപ്പറേറ്റ് ഒരു വിഷയമായിട്ട് തന്നെ എടുത്ത് കൺസൾട്ട് ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള ഒരു ബിസിനസ്സാണ്, വലിയ ബിസിനസ്സാണ്, വലിയ ബ്രാൻഡാണ്. അവിടുത്തെ ബോർഡിലാണ് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. ബോർഡ് എങ്ങനെ വേണം, എന്താണ് എന്നുള്ളതിലും ക്ലാരിറ്റി ഇല്ല. ബോർഡിൽ എപ്പോഴും ഒരു ചെയർമാൻ ഉണ്ടാവും. ചെയർമാൻ മിക്കവാറും അതിനകത്ത് ഒരു എൽഡറായിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. അദ്ദേഹമായിരിക്കും ഈ ബോർഡ് ചെയർ ചെയ്യുന്നത്. അദ്ദേഹമായിരിക്കും ചിലപ്പം ഈ ബോർഡ് മീറ്റിംഗ് വിളിക്കാമെന്ന് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് വിളിക്കുന്നത്. അങ്ങനെയുള്ള ചില പവേഴ്സുള്ള ആളെയാണ് സാധാരണ നമ്മൾ ചെയർമാനാക്കുന്നത്. മിക്കവാറും ഫൗണ്ടർ തന്നെയായിരിക്കും ചെയർമാനായിട്ടൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ അധികാരമുള്ള ഒരു എല്ലാവരും ഒരു തലതൊട്ടപ്പനായിട്ടൊക്കെ കാണുന്ന ഒരാളായിരിക്കും ഈ ചെയർമാൻ എന്ന് പറയുന്നത്. മിക്കവാറും ഒരു വൈസ് ചെയർപേഴ്സൺ കൂടി ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ ചെയർമാൻ്റെ അസാന്നിധ്യത്തിൽ, ചെയർമാൻ ചിലപ്പോൾ ഒരുപാട് തിരക്കുള്ള ഒരാളായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ വേണമെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുകയും കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുകയും ഒക്കെ ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഒരു വൈസ് ചെയർമാൻ അല്ലെങ്കിൽ വൈസ് ചെയർപേഴ്സണെയും നമുക്ക് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ CEO, CFO എന്നുള്ള റോളുകൾ അവിടെ ഉണ്ടാവണം. കാരണം എന്താ വെച്ചാൽ CEO എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെയും ഓപ്പറേഷൻസിൻ്റെയും അതിൻ്റെ എല്ലാ പെർഫോമൻസിൻ്റെയും അല്ലെങ്കിൽ മുന്നോട്ടുള്ള അതിൻ്റെ പ്രയാണത്തിൻ്റെയും എല്ലാം ഉത്തരവാദിത്വം അടങ്ങുന്ന ആൾ ഈ എക്സിക്യൂഷൻ്റെ ചീഫാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകമാണ്. അതുപോലെ CFO, മറ്റുള്ള C-സ്യൂട്ട് എക്സിക്യൂട്ടീവ്സ് ഒന്നും അത്ര പ്രധാനമല്ലെങ്കിൽ പോലും, അതൊക്കെ പ്രധാനമാണ് ആണെങ്കിൽ പോലും CFOന് ഒരു എക്സ്ട്രാ പ്രാധാന്യമുണ്ട്. കാരണം ഫൈനാൻസ് എല്ലാം ഡീൽ ചെയ്യുന്ന അദ്ദേഹമാണ്. അപ്പോൾ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഡിസിഷൻസ് എല്ലാം എടുക്കുമ്പോൾ തീർച്ചയായിട്ടും CFOൻ്റെ ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ നമുക്ക് അവിടെ ആവശ്യം വരും. പിന്നെ അതുപോലെ ബോർഡ് മെമ്പേഴ്സാണ്. ബോർഡിനകത്ത് പല മെമ്പേഴ്സ് ഉണ്ടാവും. ഈ ബോർഡ് മെമ്പേഴ്സ് പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടിട്ടുള്ളത് വെറുതെ വരിക, ചായ കുടിക്കുക, വട കഴിക്കുക, പോവുക, ഇങ്ങനെയുള്ള പരിപാടി മാത്രമാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് വിഭിന്നമായിട്ട് ആക്റ്റീവായിട്ടുള്ള ബോർഡ് മെമ്പേഴ്സിന് കൃത്യമായിട്ടുള്ള, ഡയറക്ടേഴ്സൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ ഡയറക്ടർ ആണെങ്കിൽ അദ്ദേഹത്തിനായിരിക്കണം ഈ മാർക്കറ്റിങ്ങിൻ്റെ ഹെഡ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞ പോലെ ഓപ്പറേഷൻസിന് വേണമെങ്കിൽ ഒരു ഡയറക്ടർ ആവാം, വേണമെങ്കിൽ ഫൈനാൻസിന് ഒരു ഡയറക്ടർ ആവാം. അങ്ങനെ കൃത്യമായി ഡയറക്ടേഴ്സിനും ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് അലോക്കേറ്റ് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ചുരുക്കി പറഞ്ഞാൽ ബോർഡിനകത്തുള്ള എല്ലാ ആളുകൾക്കും ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവണം. അത് തമ്മിൽ ക്ലാഷ് ഉണ്ടാവാൻ പാടില്ല. മറ്റൊരാളുടെ റെസ്പോൺസിബിലിറ്റീസിനെയും പവേഴ്സിനെയും കുറിച്ച് മറ്റുള്ളവർക്കും, അതായത് എല്ലാവർക്കും കൃത്യമായ ധാരണ ഉണ്ടാവുകയും വേണം. അപ്പോൾ ആദ്യം ഇങ്ങനൊരു സംഭവമേ ഉണ്ടായിരുന്നില്ല നമ്മളവിടെ ചെന്ന സ്ഥലത്ത്. അതായത് യാതൊരു തരത്തിലും ഡിഫൈൻഡ് അല്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇവർ ഈ ബോർഡ് മീറ്റിംഗ് വിളിക്കുമെങ്കിലും മിക്കവാറും എന്തെങ്കിലുമൊക്കെ കശവിശയിലും പ്രശ്നത്തിലുമൊക്കെയാണ് അവസാനിക്കുക. പിന്നെ അവർ ഈ ബോർഡ് മീറ്റിംഗ് വിളിക്കുന്നത് തന്നെ വളരെ അപൂർവമായി. കാരണം അത് ബന്ധുക്കളുമായിട്ടൊരു പ്രശ്നം വേണ്ട എന്നുള്ള രീതിയിൽ മീറ്റിംഗ് തന്നെ വിളിക്കാതായി. അങ്ങനെയൊക്കെ ഇന്ന് ബിസിനസ്സിന് വലിയ പ്രശ്നം നേരിട്ടപ്പോഴാണ് നമ്മളെ സമീപിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ ബോർഡിന് ഒരു കൃത്യമായ സ്ട്രക്ചർ ഉണ്ടാക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ബോർഡിനകത്ത് തന്നെ കൃത്യമായിട്ടുള്ള കമ്മിറ്റികൾ ഉണ്ടാക്കാം. ഫോർ എക്സാമ്പിൾ ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി. അപ്പോൾ അതിനകത്ത് വേണമെങ്കിൽ 2-3 മെമ്പേഴ്സ് ആക്കിയിട്ടുള്ള ഒരു ഓഡിറ്റ് കമ്മിറ്റിയെ നമുക്ക് തീരുമാനിക്കാം. ആ കമ്മിറ്റി ആയിരിക്കും ഒരു സർട്ടൻ ടൈമിനകത്ത് കൃത്യമായിട്ടുള്ള ഓഡിറ്റ് നടത്തുകയും അടുത്ത ഒരു മീറ്റിങ്ങിനകത്ത് കൃത്യമായിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്.
അതുപോലെ വേണമെങ്കിൽ കോമ്പൻസേഷൻ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഉണ്ടാക്കാം. കോമ്പൻസേഷനും ബെനിഫിറ്റും കാര്യങ്ങളും അതിൻ്റെ പോളിസികളും HR പോളിസികളും എല്ലാം തീരുമാനിക്കുന്നത് അത്തരം ഒരു കമ്മിറ്റി ആയിക്കോട്ടെ. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി സ്റ്റാഫുമായിട്ടൊക്കെ ഇടപഴകി പരിചയമുള്ള ആൾക്കാരായിരിക്കണം. മാത്രമല്ല ഈ വെൽബീയിങ്ങിനെ കുറിച്ചും അല്ലെങ്കിൽ പേഴ്സണൽ റിലേഷൻസിനെ കുറിച്ചും ഇൻഡസ്ട്രിയൽ റിലേഷനെ കുറിച്ചും ഒക്കെ കൃത്യമായി ധാരണയുള്ള ആളുകൾ കൂടിയാണെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഗവേണൻസ് കമ്മിറ്റി ഉണ്ടാക്കാം. ടോട്ടലായിട്ടുള്ള അഡ്മിനിസ്ട്രേഷനെ കുറിച്ചും നമ്മളുടെ എത്തിക്കലായിട്ടുള്ള പോളിസീസിനെ കുറിച്ചും മറ്റുള്ള കണ്ടക്ട്, ബിഹേവിയർ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാക്കുക. ഈവൻ ബോർഡിൻ്റെ കാര്യത്തിൽ തന്നെ കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ഈ ഗവേണൻസ് കമ്മിറ്റിക്ക് വേണമെങ്കിൽ വിട്ടുകൊടുക്കാം. അങ്ങനെ പലതരത്തിലുള്ള കമ്മിറ്റികൾ വേണമെങ്കിൽ ഈ പറയുന്ന ബോർഡിനകത്ത് തന്നെ ഫോം ചെയ്യാവുന്നതാണ്. പർച്ചേസിന് വേണമെങ്കിൽ പർച്ചേസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡയറക്ടറും ഒക്കെ ആയിട്ട് വേണമെങ്കിൽ പർച്ചേസിന് വേണമെങ്കിൽ ഒരു കമ്മിറ്റി ഫോം ചെയ്യാവുന്നതാണ്. അത് ഏറ്റവും പ്രധാനമെന്ന് തോന്നാവുന്ന അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും അധികം പ്രശ്നം അനുഭവിക്കുന്ന മേഖലകളിൽ കമ്മിറ്റികൾ ഫോം ചെയ്യുകയും അതിന് കൂടുതൽ ട്രസ്റ്റ് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചെയ്തൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ബൈലോ എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ടാവും. ഈ ബൈലോ ഒക്കെ ഇവർ കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ ഏറ്റവും ആദ്യം ഉണ്ടായിരുന്ന ഈ ബൈലോ ഒക്കെ നമ്മൾ പൊടി തട്ടി എടുത്ത് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി അവതരിപ്പിച്ചു എന്നുള്ളതാണ്. വളരെ ഷോർട്ടൻഡ് ആയിട്ടുള്ള ഫോമിൽ, കാരണം ബൈലോ കുറേ വലിയൊരു സാധനമായിരിക്കും. അതിനെ ഏറ്റവും ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അവിടെ ഒരു പ്രസൻറ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും അവരവരുടെ റോൾസ്, റെസ്പോൺസിബിലിറ്റി, ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്, ഇതിനെക്കുറിച്ചൊക്കെ ധാരണ വന്നു. അപ്പം തന്നെ സത്യം പറഞ്ഞാൽ അവിടെ ഒരു ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടന്നപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടായി എന്നുള്ളതാണ്. എല്ലാവരുടെ മുഖത്തും ഒരു പുഞ്ചിരി വിടർന്നു എന്നുള്ളതാണ് രസം. അതിനുശേഷം നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മൾ പീരിയോഡിക് ആയിട്ടുള്ള മീറ്റിങ്ങുകൾ കൃത്യമായിട്ട് പ്രീ ഫിക്സ്ഡ് ആയിട്ടുള്ള മീറ്റിങ്ങുകൾ നമ്മൾ തീരുമാനിക്കുകയാണ്. അതായത് എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും എന്തായാലും ബോർഡ് മീറ്റ് ചെയ്യും എന്നുള്ളത് ഉറപ്പ് വരുത്തുന്നു. അപ്പോൾ ആർക്ക് എന്താ സൗകര്യമുണ്ടെങ്കിലും ആ ദിവസം അല്ലെങ്കിൽ ആ സമയത്ത് എന്തായാലും ബോർഡ് മീറ്റിംഗ് നടന്നിരിക്കും. ഇനി അത്ര സൗകര്യമുള്ള ആൾക്കാർ വേണമെങ്കിൽ ആ ദിവസം ഓൺലൈനായിട്ട് വേണമെങ്കിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഉണ്ടാക്കി. അപ്പോൾ കൃത്യമായിട്ട് അവരുടെ ബോർഡ് റൂമിനകത്ത് ഈ പറയുന്ന ഓൺലൈൻ കോൺഫറൻസിങ് അടക്കമുള്ള സംവിധാനമുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ വെച്ചുകൊണ്ട് മീറ്റിംഗ് നടത്താൻ തീരുമാനിക്കുകയും അങ്ങനെ നമ്മൾ ആദ്യത്തെ 1-2 മീറ്റിങ്ങുകൾ നടത്തുകയും ചെയ്തു. അത് ഭയങ്കര സക്സസ് ആയിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ മീറ്റിങ്ങിനകത്ത് കൃത്യമായിട്ടുള്ള അജണ്ടയിലാണ് കാര്യങ്ങൾ പോയത്. അപ്പോൾ അതുകൊണ്ട് ഏതൊരു മീറ്റിംഗ് നടക്കുമ്പോഴും മുൻകൂട്ടി അജണ്ടകൾ പ്രിപ്പയർ ചെയ്യണമെന്നും അതിന് മിനിറ്റ്സ് ഉണ്ടാവണമെന്നുമൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ഫ്ലോ അവിടെ ഉണ്ടായി. അടുത്തത് പെർഫോമൻസ് റിവ്യൂ ആണ്. എല്ലാ മീറ്റിങ്ങിനകത്തും കുറച്ച് സമയം അതുവരെയുള്ള പെർഫോമൻസ് 2 ആഴ്ച കൂടുമ്പോൾ ഉള്ളതുകൊണ്ട് തന്നെ അതുവരെയുള്ള പെർഫോമൻസിനെ കൃത്യമായി അസസ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായി. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ റോള് കൊടുത്തിട്ടുണ്ട്. പർച്ചേസിന് ഒരു റോള് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പർച്ചേസിന് ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സെയിൽസിന് ഒരു ഡയറക്ടർക്ക് റോള് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡേ ടു ഡേ ഓപ്പറേഷൻസിനും HR-നുമായിട്ട് വേറൊരാൾക്ക് റോള് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട KPIs വെച്ചുകൊണ്ട് ഇവരുടെ അടക്കം പെർഫോമൻസ്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റേയും പെർഫോമൻസ് ഇവരുടെ ഒരു വലിയ ഒരു ഇഷ്യൂ ആയി, അവരുടെ ഒരു എസ്റ്റീമിൻ്റെ സംഭവമായി മാറി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരതിനകത്ത് ഫോക്കസ് ചെയ്യുകയും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെഡിനോട് സംസാരിച്ചുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ളൊരു ഇനീഷ്യേറ്റീവ് ഒക്കെ അവരെടുക്കുകയും ചെയ്തു. മാത്രമല്ല ഇതിനകത്ത് ഇവർക്ക് ഒരു പ്രത്യേക ഇൻസെൻറ്റീവ് കിട്ടുന്ന തരത്തിൽ, ഡയറക്ടറാണ് അത്യാവശ്യം നല്ല രീതിയിൽ റിച്ച് ആയിട്ടുള്ള വെൽത്തി ആയിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും അവിടെ ഒരു ഇൻസെൻറ്റീവ് എന്ന് പറയുമ്പോൾ പൈസയല്ല അവിടെ മാറ്റർ ചെയ്യുന്നത്. അതൊരു അപ്രീഷിയേഷനാണ്. മനുഷ്യൻ്റെ ഈഗോനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. ഞാൻ ജയിച്ചു എന്നുള്ളൊരു ഫീലിംഗ്. ആ ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തപ്പോൾ ആൾക്കാർ എക്സൈറ്റ്മെൻറ്റിലേക്ക് വന്നു തുടങ്ങി. അതുപോലെ തന്നെ ഡോക്യുമെൻറ്റേഷനും റിപ്പോർട്ടിങ്ങിനും വേണ്ടി കൃത്യമായിട്ടുള്ള ടെംപ്ലേറ്റ്സും ചെക്ക് ലിസ്റ്റും ഒക്കെ നമ്മൾ കൊടുത്തു. അത് ഇവർ ചെയ്യേണ്ട കാര്യമില്ല. ആക്ച്വലി ഇവർ കളക്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇത് സോഫ്റ്റ്വെയറിലേക്ക് കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഇവർക്ക് ഈ ഡാറ്റ കളക്ഷൻ കറക്റ്റായിട്ട് ഈ സമയത്ത് കിട്ടണം എന്നുള്ള രീതിയിലേക്ക് വന്നപ്പോൾ താഴെയുള്ള ഹെഡ്സ് ഇത് കറക്റ്റായിട്ട് അവർക്ക് എത്തിച്ചു കൊടുക്കാൻ തുടങ്ങി. അവർക്കിത് പ്രസൻറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇത് എത്തിക്കണം എന്നുള്ളത് ഇവരുടെ കൂടി ആവശ്യമായപ്പോൾ ടോപ്പിൽ നിന്ന് താഴേക്ക് ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങി. ഭയങ്കര എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നു ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ കൃത്യമായിട്ട് ഈ ഡാറ്റ മുഴുവൻ പുള്ള് ചെയ്യാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഒപ്പം ഇത് ഒരു കണ്ടിന്യൂസ് അഫെയറായി മാറിയപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 3 മാസം കഴിഞ്ഞപ്പോഴേക്കും നല്ല രീതിയിൽ മാറ്റം ഓർഗനൈസേഷനിൽ ഉണ്ടായി എന്നുള്ളതാണ്. കാരണം സ്ട്രീം ലൈൻഡായി ഓർഗനൈസേഷൻ, ഡാറ്റ കൃത്യമായി കിട്ടാൻ തുടങ്ങി, കൃത്യമായ കൺട്രോൾ വന്നു. ഒപ്പം തന്നെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇമ്പോർട്ടൻസ് ഇവർക്ക് മനസ്സിലായി. ഇവരൊന്നും ഒരു ട്രെയിനിങ്ങിനും പോയില്ല എന്ന് മാത്രമല്ല, ട്രെയിനിങ്ങിന് പോകുന്ന ആൾക്കാരെയൊക്കെ കളിയാക്കുന്ന ആൾക്കാരാണ്. പിന്നെ ട്രെയിനിങ്ങിന് പോയിട്ടല്ലേ ബിസിനസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിരുന്ന ആളുകൾ അവർ സെപ്പറേറ്റ് ലേൺ ചെയ്യണം, ലീഡർഷിപ്പ് സ്കിൽസ് എൻഹാൻസ് ചെയ്യണം. നമ്മളൊരു പൊട്ടക്കുളത്തിലാണ് കിടക്കുന്നത്. നമ്മൾ കാരണം വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ ഒരു ട്രേഡ് ഫെയറിന് പോയി ജർമ്മനിയിൽ. അവിടെ ചെന്നപ്പോഴാണ് ഇവർക്ക് ഒരു വാക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഒരു സ്കിൽസും ഇല്ല.
അപ്പോൾ ഇതിനകത്ത് നന്നായി ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ്, എങ്ങനെയൊക്കെയോ ഒരു ഭാഗ്യം കൊണ്ട് ചെയ്തു വന്നിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവിടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ നെറ്റ്വർക്ക് ചെയ്ത് എങ്ങനെയൊക്കെയോ കണക്ട് ചെയ്ത് ഇവർക്ക് ശരിക്കും ഈഗോ അടിച്ചു. കാരണം സ്കില്ലില്ല എന്നുള്ളത് അപ്പോഴാണ് പലപ്പോഴും മനസ്സിലാവുന്നത്. അപ്പോൾ ട്രെയിനിങ്ങുകൾക്ക് പോകാൻ തുടങ്ങി. കൃത്യമായൊരു ട്രെയിനിങ് കലണ്ടറും നമ്മൾ വർക്കൗട്ട് ചെയ്തു. ഒപ്പം തന്നെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള കൊളാബറേഷൻസും, ഒപ്പം കമ്പനിയുടെ വിഷനും മിഷനുമായിട്ടുള്ള ഒരു അലൈൻമെൻറ്റും. ഇതിപ്പോൾ പല ഡയറക്ടേഴ്സും പല ആൾക്കാരും ഇതിനകത്ത് ഇൻവോൾവ് ആയിരുന്നുകൊണ്ട് പല വാല്യൂ സിസ്റ്റത്തിലും പല വിഷനിലും ഒക്കെ പോയിരുന്ന ആൾക്കാരാണ്. ഇവരെ നമുക്ക് ഒറ്റ ഡയറക്ഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റി. ഏകദേശം 6 മാസം അതിനുവേണ്ടി വർക്ക് ചെയ്യേണ്ടി വന്നു കേട്ടോ. ഒരു 6 മാസം വർക്ക് ചെയ്തപ്പോൾ ഏകദേശം ഒറ്റ ഡയറക്ഷനിലേക്ക് ഈ പറയുന്ന എല്ലാവരും പതിയെ പതിയെ വന്നു തുടങ്ങി. 6 മാസം കൊണ്ട് ശരിക്കും ഈ ഓർഗനൈസേഷനിൽ ഉണ്ടായ മാറ്റം അത്ഭുതകരമാണ്. വലിയ രീതിയിൽ സെയിൽസിൽ മാറ്റമുണ്ടായി. അതിനേക്കാൾ ഉപരിയായിട്ട് ഇവർക്കെല്ലാം കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി, ഒപ്പം കൺട്രോൾ ഇതൊക്കെ കിട്ടി. ഇപ്പോഴത്തെ അവർ ശരിക്കും പറഞ്ഞാൽ അവർ ഫാമിലി കുറേ കൂടി ഹാപ്പി ആയി എന്നുള്ളതാണ്. അപ്പോൾ ഫാമിലി ബിസിനസ്സുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫാമിലിക്കകത്ത് ഒരു പ്രശ്നവും ഉണ്ടാവാൻ പാടില്ല, എന്നാൽ ബിസിനസ് മുകളിലേക്ക് പോവുകയും വേണം എന്നുള്ളതാണ്. ഇതൊരു ബാലൻസിങ് ആക്റ്റാണ്. ഇതിൽ കൃത്യമായിട്ടുള്ള സിസ്റ്റംസ് കൊണ്ടും ക്ലാരിറ്റി കൊണ്ടും ഒക്കെയാണ് സാധ്യമാകുന്നത്. ഇത് പോസിബിളാണ്. അപ്പോൾ യാതൊരു സംശയവും വേണ്ട, നിങ്ങൾ റൺ ചെയ്യുന്ന ഒരു ഫാമിലി ബിസിനസ് ആണെങ്കിൽ അതിനെ ടോപ്പിൽ നിന്ന് തന്നെയാണ് സിസ്റ്റമൈസ് ചെയ്ത് തുടങ്ങേണ്ടത്. അപ്പോൾ ഉടനെ തുടങ്ങിക്കോളും. കാരണം നിങ്ങൾക്ക് ഒരുപാട് ഫാമിലി ടൈം കിട്ടും, ഒരുപാട് ഹാപ്പിനെസ് കിട്ടും, ഒപ്പം തന്നെ വലിയ ഗ്രോത്തും പ്രതീക്ഷിക്കാം. ഓൾ ദി ബെസ്റ്റ്.